எனக்கா இத்தனை கிருப என்மே அளவற்ற கிருப எனக்கா ഒരു ദിവസം സ്വസ്ഥതയോടെ കടന്നുറങ്ങിയിട്ട് വേണം ഒന്ന് ചാവാൻ. அளவற்ற கிருப என்னை விட எத்தனை பேர் தகுதியாக இருந்தும் என்ன மட்டும் கிருப என்று தேடி வந்ததே. தகுதியாக இருந்தும் என்ன மட்டும் கிருப என்று உயர்த்தி வைத்ததே. உங்க கிருப என்னை வாழ வைத்ததே. உங்க கிருப നമ്മൾ തമ്മിൽ ആദ്യം കാണുമല്ലേ? എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. ഇതല്ല യേശുവിനല്ലേ അറിയാവുന്നേ. അങ്ങനാണ് ദൈവം അത് ചെയ്യത്തില്ലേ? உங்க கிருப என்னை பாட வைத்ததே. 1000 വഴി ദൈവത്തിന്റെ പക്കലുണ്ട്. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, കൺഫ്യൂഷനില്ല. എടാ, ഇന്ന് രാവിലെ നിന്റെ വീട്ടിലെ തടസ്സം മാറും. എന്നിട്ടൊരു പുതിയ വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തരും. നീ ഇവിടെ വന്ന് ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും ദൈവത്തോട് ചോദിച്ചു, തമ്പുരാനെ എല്ലാം നഷ്ടപ്പെട്ടു പോവോന്ന് ചോദിച്ചില്ലയോ? ചോദിച്ചു. എന്നോട് കർത്താവ് പറയുക, ഒന്നും നഷ്ടപ്പെടത്തില്ല. അതിന് തൊട്ടു മുൻപ് ഒരു അത്ഭുതം നടക്കാൻ പോവാ. ഈ ചെറുപ്പക്കാരൻ കരയുമ്പോ എന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുക. ദൈവം എന്നോട് ഇന്ന് രാവിലെ ഒരു പ്രവചനമായിട്ട് പറയുക, ഈ വീട്ടിലേക്ക് ദൈവം ഒന്ന് ഇറങ്ങാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറക്കാമെങ്കിൽ 2 കരങ്ങളും ഒന്ന് അടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളെ കൂടെ ഒന്ന് സ്തോത്രം ചെയ്തോ. ആത്മാവിനൊന്ന് ദൈവത്തെ ആരാധിച്ചോ. ഇതൊരു വലിയ നിയോഗമായി മാറാൻ പോവാ. ഇതൊരു അത്ഭുതമായി മാറാൻ പോവാ. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ ഇറങ്ങി വരാൻ പോവാ. ഇന്ന് രാവിലത്തെ ആരാധനയിൽ ഷെറിന്റെ മേൽ ഒരു അത്ഭുതം നടക്കും. പിന്നെ ഈ കടം മുഴുവൻ വീടും. മൊത്തം കൂടെ 51 ലക്ഷം. 51 ലക്ഷവും വീടും. നീ എലോഹിമി കയറി കടം വീടിയെന്ന് സാക്ഷ്യം പറയും. അമ്മേ, ഒരു ദൂതും കൂടെ പറയുക, ഈ ചെറുപ്പക്കാരൻ ദൈവത്തിന്റെ സാക്ഷിയാവും. ഇവൻ യേശുവിന്റെ വേല ചെയ്യും. 2 കാര്യം ഒരുപോലെ ചെയ്യുന്ന പോലെ ദൈവം ഇവനെ അഭിഷേകം ചെയ്യും. കൊച്ചെ, 1000 ദിവസം നീ ജോലി ചെയ്ത് നിനക്ക് നേടാൻ പറ്റാത്തത് ഒറ്റ ദിവസം കൊണ്ട് എന്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും കൂടെ സ്തോത്രം ചെയ്ത് ഉടപ്രവലക സണ്ടരാധന വേദമനഘടക സദൽഖവന വൈഡിയാനക സണ്ടരാധന. യേശു ഈ വീട്ടിലേക്ക് ഇറങ്ങാൻ പോവാ. യേശു വേണ്ടി നിൽക്കത്തില്ലയോ? നിൽക്കും. എന്റെ പേരെന്തുവാ? ജൻസൺ. എടാ, ഡോക്ടറായ നീ നിന്റെ അതേ പേര് വെച്ചോണ്ട് യേശുവിന്റെ നാമത്തെ ഉയർത്തും. പരിശുദ്ധാത്മാവനോട് പറയുക, ഇന്ന് രാവിലത്തെ ആരാധനയിൽ അതിനു വേണ്ടി ഒരു നിയോഗം. അമ്മയുടെ 2ാമത്തെ മോളുടെ കല്യാണം നടക്കും. പെട്ടെന്നൊരാലോചന വരും. അവർക്ക് എത്ര വയസ്സായി? 31 വയസ്സായി. പെട്ടെന്നൊരാലോചന വരും. അത് നമ്മൾ ഉറപ്പിക്കും. അതങ്ങ് നടക്കും. അത് ചിന്തിക്കാൻ പറ്റാത്തതിന്റെ അത്ഭുതമായിരിക്കും കർത്താവ് ചെയ്യാൻ പോകുന്നേ. എന്നിട്ട് പടപടാന്ന് കാര്യങ്ങൾ അങ്ങ് വീട്ടിൽ മാറും. ഹോസ്റ്റലിലുള്ള ഒരാളുണ്ടല്ലോ, ആൾ എത്രാമത്തെ ആളാ? ഏറ്റവും ഇളയ ആള്. നീ 3ാമത്തെ ആള്. കൊച്ചേ, നിന്നിലൂടെ ഒരു വഴിത്തിരിവ് ഉണ്ടാവും. എടാ, ഇനിയുള്ള ആയുസ് മുഴുവൻ നീ ഇങ്ങനെ കരയുമ്പോ എനിക്ക് ശരിക്കും നീ ചെറുപ്പക്കാരനാ, 29 വയസ്സുള്ളൂ, ഒരു സുന്ദരൻ ചെറുക്കനാ. മകളെ, ഈ കടബാധ്യത മൊത്തം പൊട്ടും. വിശ്വാസമില്ലയോ? എടാ, നമ്മൾ തമ്മിൽ ആദ്യം കാണുമല്ലേ? എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. ഇതല്ല യേശുവിനല്ലേ അറിയാവുന്നേ. അങ്ങനാണ് ദൈവം അത് ചെയ്യത്തില്ലേ? കർത്താവിന് ചെയ്യാൻ പറ്റിയല്ലേ? നിങ്ങളൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന്
യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ ഡോക്ടറായ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ യേശു ഇറങ്ങി വരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവിന് ഒന്ന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു. അടപ്രബലക സന്തരാധന. 2025 അവസാനവും 2026 തുടക്കവും തൊട്ട് വീട്ടിൽ അത്ഭുതങ്ങൾ തുടങ്ങും. ഒരു കൊച്ചിന്റെ കല്യാണമേ നടന്നിട്ടുള്ളൂ, ബാക്കി ഒന്നും നടന്നിട്ടില്ല. ഇല്ല, നമ്മൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഈ പിള്ളേരുടെ എല്ലാം കല്യാണം കഴിഞ്ഞ് ഈ ബാധ്യത ഒഴിഞ്ഞ് ഒരു ദിവസം സ്വസ്ഥതയോടെ കടന്നുറങ്ങിയിട്ട് വേണം ഒന്ന് ചാവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ദൈവം പറയുക, ഇന്ന് രാവിലെ വഴിയില്ലെന്ന് ദൈവം പറയത്തില്ല, കൊള്ളത്തില്ലെന്നും ദൈവം പറയത്തില്ല. ഇത് ദൈവത്തിന്റെ വാക്കാ. വഴിയില്ലെന്ന് ദൈവം പറയത്തില്ല. മോനെ ജെൻസ, വഴിയില്ലെന്ന് യേശു പറയത്തില്ല, വഴിയുണ്ട്. വീട്ടിലേക്ക് ഒരു അത്ഭുതം നടക്കും. ബാങ്കിൽ കിടക്കുന്ന മുഴുവൻ പൈസയും വീട്ടത്തക്ക പോലെ ഒരു വഴി ദൈവം തുറക്കാൻ പോവാ. ഓസ്ട്രേലിയയിലുള്ള മോഡമേൽ ഇന്ന് രാവിലെ ഒരു ദൈവകരം ചലിക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് രണ്ട് കരങ്ങളും അടിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും അല്പനിമിഷം ആ കരമൊന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ സ്തോത്രം ചെയ്തോ. ഈ രാവിലെ ഞാൻ വെളിപ്പാട് കാണുക. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, വഴിയില്ലെന്നവൻ പറയത്തില്ല, വഴിയില്ലെന്നവൻ പറയത്തില്ല, വഴിയില്ലെന്നവൻ പറയത്തില്ല. 1000 വഴി ദൈവത്തിന്റെ മക്കളുണ്ട്. പറയുക, അസൂയക്കാർ ഒത്തിരി പേരുണ്ട്. ആ വീട് പോണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷെ ദൂത് ആ വീട് പോത്തില്ല. ആ വീട്ടിൽ നമ്മൾ പ്രാർത്ഥന നടത്തും. ആ വീടിന്റെ ഫ്രണ്ടിൽ പന്തൽ കെട്ടി നമ്മൾ യോഗം നടത്തും. കൈ അടിച്ച് ദൈവത്തിന് സ്വോത്രം പറയാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ രണ്ട് കരങ്ങളും അടിച്ച് ദൈവത്തിന് ഈ രാവിലെ സ്തോത്രം ചെയ്തോ. ഇതൊരു നിയോഗമായി വരാൻ പോവാ, ഇതൊരു ദൈവശക്തിയായി വരാൻ പോവാ. അല്പനിമിഷം എല്ലാം കൂടെ ഒന്ന് അന്യഭാഷ പറഞ്ഞ് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നവര് എല്ലാം കൂടെ ഒന്ന് അന്യഭാഷ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് ചില പ്രാർത്ഥനകൾ ഇപ്പൊ ചലിക്കാൻ പോവാ. ഇവിടെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥനയുടെ പവർ ഒന്ന് ഇറങ്ങി വരാൻ പോവുക. ആ രണ്ട് കരങ്ങളും ഒന്ന് അടിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ആ രണ്ട് കരങ്ങളും അടിച്ച് അന്യഭാഷ പറഞ്ഞ ദൈവത്തിന് ഈ രാവിലെ ഒന്ന് സ്തോത്രം ചെയ്തോ. ഇവരുടെ വീടിനെ കുരുക്കി കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ഇവരുടെ കുടുംബത്തെ കുരുക്കി കെട്ടിയത് എല്ലാം യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ അഴിഞ്ഞുമാറാൻ, ദൈവത്തിന്റെ ശക്തിയാൽ അഴിഞ്ഞുമാറാൻ ഈ രാവിലെ ഞാൻ ആത്മാവിൽ പറയുക. ഉടതക സട്ടനി മൗഡിമിനി വിനിയ ലേദഗനഗടക സദനഗടകസിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കുരുക്കുകൾ പൊട്ടട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ അടിയട്ടെ, പാതാള ഗോപുരങ്ങൾ പൊട്ടട്ടെ, വഴികൾ തുറക്കട്ടെ. അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000ങ്ങളിൽ സുന്ദരരേ, ശാരോണിൻ രോജാവേ, 10,000
ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. നിങ്ങളാ കൈ ഒന്ന് ഉയർത്തി ദൈവത്തിന് രാമീൻ.